ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ നടപടികൾ ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം വനം, റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വിവാദ ഭൂമിയിൽ പരിശോധന നടത്തി വകുപ്പ് തലത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സുബിൻ തോമസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ജിയോളജി വകുപ്പിൻ്റെ പ്രത്യേകിച്ചും ചൊക്രക്കുടി കയ്യേറ്റത്തിൽ നടപടികൾ ആരംഭിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. ുമായി ബന്ധപ്പെട്ട ഒരു കുന്നാകെ ഇടിച്ചു നിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു മാധ്യമ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മാത്രമാണ് ഈ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും തയ്യാറായത് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. അതിലും ഈ ഒരു അന്വേഷണം എല്ലാം തന്നെ അതിന്റെ ഒരു വളരെ സാവധാനത്തിൽ അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ജില്ലാ കളക്ടർ മറ്റൊരു ഉപസമിതിയെ വെച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പരിശോധനകളാണ് ഈ ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണം നടന്ന ഒരു മലയിൽ ഇന്നലെ നടന്നത്. പ്രധാനമായും വനം, അതുപോലെ തന്നെ റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വിവാദ ഭൂമിയിലെത്തി പരിശോധന നടത്തിയത്. പ്രധാനമായും ഈ വകുപ്പുകൾ ഏതൊക്കെ തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്, വനഭൂമി ഇത്തരത്തിൽ നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള അതീവ സുരക്ഷ നൽകേണ്ട സസ്യങ്ങളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആരോപണമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഈ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ വിവിധ വകുപ്പുകൾ സമർപ്പിക്കും. അത് സമർപ്പിച്ച ശേഷം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവികുളം സബ് കളക്ടറാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഈ ഒരു കയ്യേറ്റം നടന്നതുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പ് തലത്തിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധന നടത്തുമെന്നും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു കുന്നിടിച്ചു നിരത്തി റോഡ് പണിത് വ്യാപകമായി മരങ്ങൾ മുറിച്ചു മാറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. ഇതിനുശേഷം ഭൂമി പ്ലോട്ട് തിരിച്ച് വിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നിരുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ പട്ടയം ലഭിച്ചതുമായി ബന്ധപ്പെട്ടും ഈ ഭൂമി തിരിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഈ റവന്യൂ വകുപ്പിന്റെയോ മറ്റു വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട്. അത്തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യം. കൂടാതെ CPI പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 12 ഏക്കറോളം സ്ഥലം അവിടെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വകുപ്പ് തലത്തിൽ നിന്ന് ഈ ഒരു ഇടപെടൽ, ബാഹ്യമായ ഒരു ഇടപെടൽ ഈ ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോഴും ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിലാണ് നടപടികൾ ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിലും കൃത്യമായ ഒരു നീക്കം ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്.